സോ ഹലോ മൈ ഡിയർ ക്ലാസ് 9 ഫാമിലി മക്കളെ, സാർ എന്ന് വന്നിട്ടുള്ളത് റാപ്പിഡ് റിവിഷനുമായിട്ട് നമ്മുടെ ജോഗ്രഫിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡുമായിട്ടാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ഇത് പഠിക്കാൻ പോവാണ്. ജോഗ്രഫിയിലെ ആദ്യത്തെ ചാപ്റ്റർ എന്താ പറയുന്നത്, ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്. ഇത്രയേ ഉള്ളൂ മക്കളെ, ലോകത്തിന്റെ നെറുകയിരുന്ന ചാപ്റ്റർ. നമ്മൾ സമയം കളയുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് പോവാണ്. ഇത് സ്പീഡ് കുറവാൻ തോന്നുന്നവർ സെറ്റിംഗ്സ് പോവാ, 2x കാണാം, അടിപൊളിയാക്കാം. ഓക്കെ, വേറെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഫിസിയോഗ്രഫി ഡിവിഷന്റെ ബേസിൽ ജോഗ്രഫിക്കലായിട്ടുള്ള കുറെ ഡിവിഷൻസിന്റെ പേരിൽ ഇന്ത്യയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് 5 എണ്ണമായിട്ട്. ഒന്ന് നോർത്തേൺ മൗണ്ടൻ റീജിയൻ ആണ്, അതായത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കൻ പർവ്വത പ്രദേശങ്ങൾ എന്ന് പറയും. അതിനുശേഷം നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്, ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്, പെരിൻസുലാർ പ്ലേറ്റോ, ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്, ഇന്ത്യൻ ഡെസേർട്ട്, ഇന്ത്യൻ മരുഭൂമികളായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് ഐലൻഡ്സ് എന്ന് പറയുന്നുണ്ട്, ദ്വീപുകളും അതുപോലെ തന്നെ സമതലങ്ങളും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ ഈ പറഞ്ഞിട്ടുള്ള നോർത്തേൺ മൗണ്ടൻ റീജിയൻ ആണ്, വടക്കൻ പർവ്വത പ്രദേശങ്ങളാണ് കേട്ടോ, മറന്നു പോകേണ്ട, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിടിച്ചോ മക്കളെ. ദ നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ മക്കളെ. പാമിയർ നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. ദ റൂഫ് ഓഫ് ദ വേൾഡ് നമ്മൾ പറയില്ലേ, എല്ലാ പർവ്വത നിരകളും വന്നിട്ട് ഒറ്റ പ്രദേശത്ത് കൂടിച്ചേരുന്നതിനെ നമ്മൾ പാമിയർ നോട്ട് എന്ന് വിളിക്കുന്നുണ്ട്. ആ പോയിന്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നോർത്തേൺ മൗണ്ടൻ റീജിയനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മക്കളെ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, നിങ്ങൾ നോക്കേണ്ടത്. സാറോട് എഴുതി വെക്കാം, ഇമ്പോർട്ടന്റ്, നിങ്ങൾ നന്നായിട്ട് നോക്കേണ്ട സാധനമാണ്. ഒന്നാമത്തെ ട്രാൻസ് ഹിമാലയാസ്, രണ്ടാമത്തത് ഹിമാലയാസ്, മൂന്നാമത്തത് ഈസ്റ്റേൺ ഹിൽസ് എന്ന് പറഞ്ഞിട്ട് ഇത്രേ ഉള്ളൂ മക്കളെ. ഒന്ന് ട്രാൻസ് ഹിമാലയമാണ്, മറ്റൊന്ന് ഹിമാലയമാണ്. അതിനുശേഷം കിഴക്കൻ കുന്നുകൾ അഥവാ നമുക്ക് പറയും കിഴക്കൻ മലനിരകൾ എന്ന് പറഞ്ഞു വെക്കാം. ഓക്കെ, എന്താണ് കിഴക്കൻ മലനിരകൾ എന്നും പറഞ്ഞു വെക്കാം. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അത് 3 എണ്ണം ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം കൃത്യമായിട്ട് അതിന്റെ ഒരു ഭൂപടം കൂടെ സാർ വെച്ചിട്ടുണ്ട്, അതിന്റെ മാപ്പും കൂടെ വെച്ചിട്ടുണ്ട് എവിടെയാണെന്നുള്ളത്. ഇതിൽ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന 3 എണ്ണമാണ് മക്കളെ. കാരക്കോറം, ലഡാക്ക്, അതുപോലെ തന്നെ സസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള 3 എണ്ണം. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ഹിമാലയാസിൽ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ സാർ കോഡ് റെഡ് പഠിച്ചവർക്ക് ഇത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ കോഡ് വേർഡ് സാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. നിങ്ങൾ വീഡിയോന്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ കോഡ് റെഡ് എന്ന് അടിച്ചാൽ കാണാൻ പറ്റും. അടിപൊളിയായിട്ട് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള എളുപ്പത്തിൽ എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളത്. ഓക്കെ, അത് കണ്ടവരെന്ത് ചെയ്യുക, ഇതിന് താഴെ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ഇടുക, യെസ് സാർ എന്ന് ലവ് ചിഹ്നം ഇട്ട് വെക്കുക, അടിപൊളിയാക്കാം. ഓക്കെ, ട്രാൻസ് ഹിമാലയസ് പൂർവാചൽ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പൂർവാചലിൽ നമ്മൾ കാണാൻ പോകുന്ന ഇത്രയുള്ള മക്കളെ നാഗ ഹിൽസ്, മീസോ ഹിൽസ്, അതുപോലെ തന്നെ പഡ്ഗായിബം എന്ന് പറഞ്ഞിട്ടുള്ള മലനിരകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ ഇത് ഫില്ല് ചെയ്യണം. ഏതൊക്കെയാണ് ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത്? കാരക്കോറം, ലഡാക്ക്, സസ്കർ, അതുപോലെ തന്നെ ഹിമാലയത്തിൽ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈസ്റ്റേൺ ഹിൽസിൽ നിങ്ങൾ ഏതെങ്കിലും എഴുതി വെക്കാം. നാഗാ ഹിൽസ്, മീസോ ഹിൽസ് ഉണ്ട്, പഡ്ഗായിബം ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ ഈസ്റ്റേൺ ഹിൽസിന്റെ കാര്യത്തിൽ എഴുതി വെക്കുക. അങ്ങനെയാണെങ്കിൽ മക്കളെ നോർത്തേൺ മൗണ്ടൻ ഇത് ഓൾറെഡി എന്താണ് ട്രാൻസ് ഹിമാലയസ്, നമുക്ക് ടിബറ്റൻ ഹിമാലയാസ് എന്നുകൂടെ പേര് വിളിക്കുന്നുണ്ട്. ഏകദേശം 40 കിലോമീറ്റർ അതിന്റെ 965 കിലോമീറ്റർ നീളവും അതുപോലെ തന്നെ വീതിയുമുള്ള കാര്യമാണ് എന്നുകൂടെ ജസ്റ്റ് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ 3 പാരൽ ലൈൻസ് ഇതിലെ പോകുന്നുണ്ട്. ഏതിലൂടെ? ട്രാൻസ് ഹിമാലയത്തിലൂടെ, അല്ലെങ്കിൽ അതിന്റെ പാരലായിട്ട് പോകുന്നത് കേട്ടോ. ട്രാൻസ് ഹിമാലയത്തിലല്ല, പാരലായിട്ട് സൗത്ത് ഓഫ് ദ ട്രാൻസ് ഹിമാലയസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, എന്താ പറയുക, തെക്ക് ഭാഗത്താട്ടോ ട്രാൻസ് ഹിമാലയത്തിന്റെ. ഏതൊക്കെയാ? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഹിമാലയനിലെ റേഞ്ചസ് പോകുന്നുണ്ട്. ദ പാരലൽ മൗണ്ടൻ റേഞ്ചസ് ആർ ദി ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ ഹിമാദ്രി ജസ്റ്റ് എൻ്റെ മക്കൾ മാത്രം മനസ്സിലാക്കിയാൽ മതി എന്താണെന്നുള്ളത്. ഗ്രേറ്റർ ഹിമാലയസ് എന്ന് അറിയപ്പെടുന്നുണ്ട്, ഇന്നർ ഹിമാലയസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഏതെങ്കിലും ഒന്ന് എഴുതിയ ആൻസർ ശരിയാണ്. ആവറേജ് എലിവേഷൻ 6100 മാത്രം ആലോചിച്ച് വെക്കുക സമുദ്രനിരപ്പിൽ നിന്ന്. അതിന്റെ വേൾഡ് ഹയസ്റ്റ് പീക്സ് ഒക്കെ എവിടെ സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്? ഹിമാദ്രിയിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഹിമാചലിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ അത് നോർത്ത് ഓഫ് ദി സിവാലിക്സ് ആണ്. 4500 മീറ്റർ, 3500 മീറ്റർ വീതി, അതുപോലെ 4500 മീറ്റർ എബോവ് ദി സീ ലെവൽ ആണ് എന്ത് പറയുന്നത്, ഈ പറഞ്ഞ ഹിമാചലിന്റെ ഉയരം എന്ന് പറഞ്ഞു വെക്കുന്നത്. ഇത് നോൺ ആസ് ലെസർ ഹിമാലയസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. 60 മുതൽ 80 വരെയാണ് ഇതിന്റെ വീതി ഉള്ളത് എന്നുകൂടെ ഓർത്തു വെക്കുക. ശിവാലികിന്റെ കേസ് വന്നാൽ മക്കൾ ഇത്രേ ഉള്ളൂ. ഔട്ടർ മോസ്റ്റ് പാർട്ടാണ്. ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ ആണ് ഇതിന്റെ വിഡ്ത്ത്, വീതി ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ആ കാര്യങ്ങൾ ഓർത്തു വെക്കുക. അതിന്റെ ഔട്ടർ ഹിമാലയസ് നിങ്ങൾ മറന്നു പോകരുത്. അതിന്റെ പേര് ആലോചിച്ച് വെക്കുക. ഏതാണ് ഔട്ടർ ഹിമാലയസ്? ചിലപ്പോൾ 1 വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ശിവാലിക് ആണ് എന്ന് എഴുതി വെക്കുക. കിട്ടിയ ആൻസർ. അങ്ങനെയാണ് മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ് സാറോട് എഴുതി വെക്കാം. എന്താണ്? ഒറിജിൻ ഓഫ് ദി ഹിമാലയസ് എന്ന് പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കാൻ നിൽക്കണ്ട. ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് അഥവാ ഭൂശിലാപാളികൾ തമ്മിലുള്ള എന്താണ് കൂട്ടിയിടിയിൽ ഉണ്ടായിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഒറിജിൻ. എന്തിന്റെ ഒറിജിൻ? ഹിമാലയത്തിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതെന്താണ് മക്കളെ? ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള 3 ബൗണ്ടറീസ് ഉണ്ട്. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള 3 ബൗണ്ടറീസ് ഉണ്ട്. ഒന്നാമത് കൺവേർജന്റ് ബൗണ്ടറീസ് എന്ന് പറയുന്നുണ്ട്. എന്താ? കൺവേർജന്റ് ബൗണ്ടറീസ്, സംയോജക സീമകൾ കേട്ടോ, അതിരുകൾ പറയാം. അതുപോലെ തന്നെ ഡൈവേർജന്റ് ബൗണ്ടറീസ് എന്ന് പറയുന്നുണ്ട്, വിയോജക സീമകൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ഫോം ബൗണ്ടറീസ് എന്ന് പറയുന്നത് ഛേദക സീമകൾ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് 3 എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കുക. ഇത് 3 ജസ്റ്റ് ഏതൊക്കെയാണ് ബൗണ്ടറീസ് മാത്രം അറിഞ്ഞിരിക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കേണ്ടത് കൺവേർജന്റ് ബൗണ്ടറീസ് ആണ്, സംയോജക സീമകളാണ് കേട്ടോ, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഹിമാലയ പർവ്വതം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംയോജക സീമകളുടെ മേജർ ആയിട്ടുള്ള അവരുടെ തമ്മിൽ കൂട്ടിയിടി കാരണമാണ് എന്തുണ്ടായിട്ടുള്ളത്? ഹിമാലയ പർവ്വതം ഉണ്ടായിട്ടുള്ളത്. കൃത്യമായിട്ട് നമ്മൾ നോക്കാം എന്താണെന്നുള്ളത്. ഇത്രയുള്ള മക്കളെ ഒന്നാമത്തെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇന്ത്യൻ പ്ലേറ്റ് ഉണ്ട്.
ഒരു ഭൂശിലാപാളിയാണ് ഇന്ത്യൻ പ്ലേറ്റ്. ഇന്ത്യയിലുള്ള ഒരു ഇന്ത്യൻ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഓസ്ട്രേലിയയൊക്കെ കണ്ടി നോക്കിയേ, ഇന്ത്യ ആൻഡ് ദ ഓസ്ട്രേലിയൻ കോണ്ടിനെന്റ്, ഓസ്ട്രേലിയൻ വൻകരയൊക്കെ കൂടിയുള്ള ഒരു പ്ലേറ്റ് ആണ്. ഓക്കെ, ഒരു ഭൂശിലാപാളിയാണ് ഈ സാധനം ഇന്ത്യൻ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ. അത് എങ്ങോട്ട് ചെന്ന് കൂട്ടിയിടിച്ചെന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള സദേൺ ഹെമിസ്ഫിയറിലുണ്ടായിരുന്ന അത് ചെന്നിടിച്ചത് യുറേഷ്യൻ പ്ലേറ്റിൽ പോയിട്ട് ഇടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൂട്ടിയിടിയിൽ നടുക്കുണ്ടായിരുന്ന ടീത്തീസ് എന്ന് പറഞ്ഞുള്ള സീബഡ് ഉണ്ടായിരുന്നു, ഒരു നദീതടം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആ നദീതടം എന്തായിട്ട് മാറി, താഴേക്ക് പോയി മുകളിലേക്ക് എന്തായി വന്നു, ആ ഒരു പർവ്വത പ്രദേശങ്ങൾ ഉണ്ടായി വന്നു എന്ന് പറഞ്ഞാൽ ആ പർവ്വതമാണ് പിന്നീട് എന്തായി അറിയപ്പെടുന്നത്, നമുക്കറിയാം മക്കളെ, ഹിമാലയാസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നത്. രണ്ട് ലാൻഡ് മാസസ് തമ്മിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ചപ്പോൾ ഒന്നിന്റെ മുകളിൽ കയറി ഒന്നിന്റെ താഴെ പോയി. അതിനെയാണ് വിളിക്കുന്നത് ഡൈവേർജന്റ് സീമകൾ. ഡൈവേർജന്റ് അഥവാ ഡൈവേർജന്റ് ബൗണ്ടറി എന്ന് പറയുന്നത്, സംയോജക സീമ. അങ്ങനെയാണ് നമ്മുടെ ഹിമാലയം ഉണ്ടായി വെക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മാപ്പിന്റെ രൂപത്തിൽ നിങ്ങൾ കാണാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, സെറ്റ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും കൂട്ടിയിടിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ടീത്തീസ് എന്ന് സംഭവിച്ചു, അടിയിലേക്ക് പോയി അവിടെ ഒരു പർവ്വത പ്രദേശം ഉയർന്നു വന്നു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണ് മക്കളെ ഹിമാലയസിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് റീജിയണൽ ഡിവിഷൻസ് ആയിട്ട്. ഒന്നാമത് ഡീപ് ഗോർജസ്, ഇങ്ങനെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം അല്ലേ, നമുക്കറിയാം ഹിമാലയ പർവ്വതത്തിന് മുകളിൽ നിന്ന് ഒരുപാട് നദികൾ താഴേക്ക് വരുന്നുണ്ട്. ആ നദികൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡീപ് ഗോർജസ് എന്ന് പറയുന്നുണ്ട്, മലയിടുക്കുകൾ എന്ന് പറയുന്നുണ്ട്. ആ കാര്യം നമുക്ക് കിട്ടി. അതിന്റെ ബേസിസിൽ നമ്മൾ കൃത്യമായിട്ട് ഹിമാലയത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് റീജിയണലായിട്ട്. ഓക്കെ, പ്രാദേശികമായിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 1 വെസ്റ്റേൺ ആണ്, 2 സെൻട്രൽ ആണ്, 3 ഈസ്റ്റേൺ ആണ്. ജസ്റ്റ് എൻ്റെ മക്കൾ പേര് മാത്രം അറിഞ്ഞു വെക്കുക കേട്ടോ. ഇത്രയുള്ളൂ. പശ്ചിമ ഹിമാലയം, അതുപോലെ തന്നെ മധ്യ ഹിമാലയം, അതുപോലെ തന്നെ ഈസ്റ്റേൺ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നു വെക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. ഓരോന്നും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഒരു മാപ്പും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേ സാധനം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, ഇത് കൃത്യമായിട്ട് ഹിമാലയൻ സോണിനെ സെപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് റിവേഴ്സ് ഉണ്ട്. ഇത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വെസ്റ്റേൺ ഹിമാലയസിനെ സെൻട്രൽ ഹിമാലയത്തിൽ നിന്ന് ഡിവൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് മക്കളെ ഇൻഡസ് തൊട്ട് കാലി വരെ. കാളി റിവർ ആണ് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, എന്തിലേക്ക് സെപ്പറേറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞുള്ള വെസ്റ്റേൺ ഹിമാലയസിനെ. ഇത്രയുള്ള മക്കളെ പടിഞ്ഞാറ് ഹിമാലയത്തിനെ മധ്യ ഹിമാലയത്തിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു റിവറാണ്, ഒരു മാറ്റി നിർത്തുന്ന ഒരു റിവറാണ് ഈ പറഞ്ഞിട്ടുള്ള കാലി എന്ന് പറഞ്ഞിട്ടുള്ള റിവർ. അതുപോലെ തന്നെ ഈസ്റ്റേൺ ഹിമാലയത്തിൽ നിന്ന് ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഹിമാലയത്തിനെ മാറ്റി നിർത്തുന്ന ഒരു നദിയാണ് ടീസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള നദി. കാരണം രണ്ടുപേരും കൂടെ മുട്ടുന്ന പോയിന്റ് ആണ് ടീസ്റ്റ. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് കിട്ടിയിരിക്കും. സെപ്പറേറ്റിംഗ് റിവേഴ്സ് ഏതൊക്കെയാണെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നോക്കിയാൽ മക്കളെ എന്താണ് വെസ്റ്റേൺ ഹിമാലയസ് സാർ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കാശ്മീർ ഹിമാലയ അതിന് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കാശ്മീർ ഹിമാലയ എന്ന് ജസ്റ്റ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇമ്പോർട്ടന്റ് മൗണ്ടൻ റേഞ്ചസ് ഓഫ് കാശ്മീർ ഹിമാലയ കണ്ടെയ്നിങ് സ്നോ കവേർഡ് പീക്സ് വാലി ഹയർ റേഞ്ചസ് എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ഉയരങ്ങളുള്ള പല മരനിരകളായിക്കോട്ടെ, ഇപ്പോൾ താഴ്വരകളായിക്കോട്ടെ, അതുപോലെ തന്നെ കാരക്കോറം, സസ്കർ പോലുള്ള സ്ഥലങ്ങളായിക്കോട്ടെ, പിർപ്പാഞ്ചിൽ പോലുള്ള സ്ഥലങ്ങളായിക്കോട്ടെ നമുക്ക് അവിടെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. മൗണ്ട് കേറ്റു എവിടെയുള്ളത് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാശ്മീർ ഹിമാലയത്തിലാണ്. അത് ഗോഡ് വിൻ ഓസ്റ്റിൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നു കൂടി ഉണ്ട് കേട്ടോ. ദ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ കാരക്കോറം റേഞ്ച്. കാരക്കോറം റേഞ്ച് എവിടെയുള്ളത്, ഈ പറഞ്ഞിട്ടുള്ള കാശ്മീർ ഹിമാലയത്തിലാണ് അല്ലേ. കാരക്കോറം എന്ന് പറഞ്ഞത് കാശ്മീർ ഹിമാലയത്തിലാണ്. ആ പോയിന്റ് മറന്നു പോകാതിരിക്കുക. അങ്ങനെയാണ് മക്കളെ വേഗം കിട്ടി. നിങ്ങൾക്ക് അവിടെയുള്ള കുറച്ച് നദികളുടെ പേരുണ്ട്. രവി, ജലം, ചനാബ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നദികളുണ്ട്. അവിടെ എല്ലാ വർഷവും നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ള വാട്ടർഫ്ലോ കാണാൻ പറ്റും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. മൗണ്ടൻ പാസസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. passes are the comparatively easier natural passage എന്ന് പറയുന്നുണ്ട്. ഇത് ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് പാസസ് നിങ്ങളോട് ചോദിച്ചാൽ മതി. ബനിഹാൽ പാസ്, 2 പർവ്വത പ്രദേശങ്ങൾ നടുവിലൂടെ ഒരു വഴി പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പാസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പിർപാഞ്ചൽ റേഞ്ച് ദാറ്റ് കണക്ട്സ് ജമ്മു വിത്ത് കാശ്മീർ വാലി ഈസ് ആൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. കിട്ടി, അടിപൊളിയാണ് മക്കളെ. അവിടെ ദാൽ ലേക്ക് കാണാൻ പറ്റും. നമുക്ക് ശ്രീനഗറാണ് ഏറ്റവും കൂടുതൽ അവിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു പ്രദേശം. എവിടെയാണ്? കാശ്മീർ ഹിമാലയത്തിൽ. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൊമേഴ്ഷ്യൽ സെന്റർ എന്ന് പറയുന്നുണ്ട്. കൊമേഴ്ഷ്യൽ സെന്റർ ആണെന്നും കൂടെ പറയുന്നുണ്ട്. വാണിജ്യ മേഖലയാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതൊക്കെയാണ് ഈ കാണുന്ന ഷിക്കാറ ബോട്ട്സ്, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, മാർഗുകൾ എന്ന് പറഞ്ഞു സോൻമാർഗ്, ഗുൽമാർഗ് ഒക്കെ ഒരു എക്സാമ്പിൾ ആണ് എന്ന് കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. മാർഗുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള മക്കളെ ഇറ്റ് ഈസ് മീഡ് ഓഫ് ഫോംഡ് അലോങ് ദ മൗണ്ടൻ സ്ലോപ്സ് ഡ്യൂറിംഗ് ദി സമ്മർ സീസൺ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ സമ്മർ സീസൺ നല്ല വേനൽക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ സംഭവിക്കുന്നുണ്ട് ചില മാർഗുകൾ, ചില വഴികൾ നമുക്ക് തുറന്നിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഈ മീഡ് ഓഫ് ഫോംഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് വേനൽക്കാലത്ത് പർവ്വത ചെരുവുകളിൽ രൂപം കൊള്ളുന്ന പുൽമേടുകളെയാണ് ഈ പറഞ്ഞ മാർഗുകൾ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനുശേഷം മക്കളെ ഹിമാലയ ജസ്റ്റ് വേഗം പറഞ്ഞു പോവാം. ഹിമാചൽ പ്രദേശിന് നമുക്ക് കാണാൻ പറ്റുന്ന കൃത്യമായിട്ട് ചെനാബ്, രവി, ബീസ് പോലുള്ള നദികൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ പിർപാഞ്ചൽ, ധോളാദേർ പോലുള്ള മൗണ്ടൻ റേഞ്ചസ് നമുക്ക് അവിടെ കാണാൻ പറ്റും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രതാലാൻ, സൂരജ് താൽ, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ചന്ദ്രതാലാൻ, സൂരജ് താൽ പോലുള്ള കൃത്യമായിട്ടുള്ള ഫൗണ്ട് ഇൻ ദ മൗണ്ടൻ റേഞ്ചസ് എന്നാണ്. ഫ്രഷ് വാട്ടർ ലേക്സ് ആട്ടോ, ശുദ്ധജല തടാകങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ദ ബരാലാച്ച പാസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെക്കുക. അതുപോലെ തന്നെ വാലി, കുളു, കാംഗ്ര, ലാഹുൽ പോലുള്ള ആ വാലീസ്, താഴ്വരകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കറിയാം ഉത്തരാഖണ്ഡ് ഹിമാലയസ് ഉണ്ട്. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഹിമാലയാസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്രയുള്ള മക്കളെ വേറെ ഒന്നുമില്ല, ഹിമാലയത്തിന്റെ പാർട്ടാണ്.
ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദി ഹിമാലയാസ്. എക്സ്റ്റെൻഡ് റിവർ സത്ലജ് ടു റിവർ കാലി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. കാലി റിവർ വരെ നീണ്ടു കിടക്കുന്ന, സത്ലജ് നദി മുതൽ കാലി വരെ നീണ്ടു കിടക്കുന്ന സാധനമാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. വെസ്റ്റേൺ സൈഡ് ഈസ് നോൺ ആസ് കുമയോൺ ഹിമാലയാസ് എന്നും കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ജസ്റ്റ് ഓർത്ത് വെക്കാട്ടോ എന്തൊക്കെയാണ് അവിടെയുള്ള ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരകൾ. നന്ദാദേവി ഉണ്ട്, കാമത്ത് ഉണ്ട്, ബദ്രീനാഥ് ഉണ്ട്, കേദാർനാഥ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓലോചിച്ച് വെക്കുക. ദീസ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദി ഉത്തരാഖണ്ഡ് ഹിമാലയ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഏകദേശം ഒരു 50% നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എന്നെ മക്കൾ ആലോചിച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഡ്യൂൺസ്. അപ്പൊ ഡെറാഡൂൺ ഇൻ ഉത്തരാഖണ്ഡ് ഈസ് ഫേമസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഡെറാഡൂൺ, ഈ ഡൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ ശിവാലിക് ഹിൽ റേഞ്ചസിനെയാണ്, ലെസർ ഹിമാലയസിനുള്ള വാലീസിനൊക്കെയാണ് നമ്മൾ ഡൂണുകൾ എന്ന് പറയുന്നത്. ഡെറാഡൂൺ അതിനൊരു എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ആൽപൈൻ സമ്മർ മീഡോസ് അലോങ് ദ ഹയർ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് ബുഗ്യാൾസ്. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് റീജിയൻ ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. ബുഗ്യാൾ എന്ന പേരിൽ സ്ലോപ്സ് ഓഫ് ദിസ് റീജിയൻ ആർ കോൾഡ് ബുഗ്യാൽ എന്ന് അറിയപ്പെടുന്നുണ്ട്. ബുഗ്യാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ when get buried under snow during winter is made or used for winter tourism in many areas എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് മൊത്തത്തിൽ എന്താ ആ പ്രദേശം മൊത്തം മഞ്ഞിന്റെ അടിയിലേക്ക് ആയപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും എന്ന് പറഞ്ഞു വെക്കുന്നത് അതൊരു വിനോദസഞ്ചാര മേഖലയായിട്ട് മാറും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ദയാറ ബുഗ്യാലും ഗോർസൺ ബുഗ്യാലുമാണ് എക്സാമ്പിൾ. ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സെൻട്രൽ ഹിമാലയാസ് എന്ന് പറഞ്ഞു വെക്കുന്നത് നമ്മൾ ഏകദേശം 70% കവർ ചെയ്തിട്ടുണ്ട്. ദ പാർട്ട് ഓഫ് റിവർ കാലി ടു റിവർ ടീസ്ത ഈസ് ദി സെൻട്രൽ ഹിമാലയാസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നേപ്പാൾ ഹിമാലയാസ് എന്തറിയപ്പെടുന്നുണ്ട്, ഈ സെൻട്രൽ ഹിമാലയാസ് അറിയപ്പെടുന്നുണ്ട്. അത് കൃത്യമായിട്ട് എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുന്നത് മൗണ്ട് കഞ്ചുൻജംഗ, ഓക്കെ, കാഞ്ചൻജംഗ അല്ലെങ്കിൽ കാഞ്ചുൻജംഗ എങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ. ആൻഡ് നാഥുല പാസ് അലോങ് ദ ഇന്ത്യ ചൈന ബോർഡർ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. സ്വിഫ്റ്റ് ഫ്ലോയിങ് ടീസ്ത റിവർ എന്നും കൂടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് തന്നെ പോവാം. ഓരോ സ്ഥലത്ത് എന്തൊക്കെയാണുള്ളത് എന്ന് ജസ്റ്റ് എൻ്റെ മക്കൾ എന്തെങ്കിലും ഒരു ഹെഡിങ് കൊടുക്കുക, നോട്ട് ചെയ്ത് പോവാം കേട്ടോ. ട്രേസസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദി സിക്കിം ഹിമാലയാസ് എന്നും കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, ഈസ്റ്റേൺ ഹിമാലയസ് അവസാനത്തെ ഒരു സാധനമാണ്. ലോ ഹിൽസ് കമ്പയർ ടു ദ വെസ്റ്റേൺ ഹിമാലയസ് എന്ന് പറയുന്നുണ്ട്. എക്സ്റ്റെൻഡ് ഫ്രം റിവർ ടീസ്റ്റ ടു റിവർ ബ്രഹ്മപുത്ര എന്നും കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് അസം ഹിമാലയാസ് എന്ന് പറഞ്ഞു വെക്കുന്നത് മക്കളെ. ഇത്രയേ ഉള്ളൂ. അസം ഹിമാലയസ് എന്നറിയപ്പെടുന്ന ഈസ്റ്റേൺ ഹിമാലയസ് ആണ്. അതുപോലെ തന്നെ ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദിസ് റീജിയൻ ഇസ് നാംച ബർവ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. നാംചെ ബർവ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈസ്റ്റേൺ ഹിമാലയസിലെ മെയിൻ ആയിട്ടുള്ള ഒരു പർവ്വതനിര എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണ് മക്കളെ ഇത്രയേ ഉള്ളൂ. പൂർവാചൽ ഹിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹിമാലയൻ മൗണ്ടൻസ് ആർ സീൻ ആസ് ഹിൽസ് ഓഫ് ലെസർ എലിവേഷൻ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. മിസോറാമിൽ നമുക്ക് അരുണാചൽ പ്രദേശ് ടു മിസോറാം വരെ നമുക്കത് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ദീസ് ഹിൽസ് ഹാവിംഗ് ആൻ ആവറേജ് എലിവേഷൻ ഫ്രം 500 to 3000 meters above sea level എന്നും കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് പൂർവാചൽ ഹിൽസ്. ഓക്കെ, അങ്ങനെയാണ് മക്കൾ ഇവിടെ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പട്കായി ബം, നാഗ ഹിൽസ്, മിസോ ഹിൽസ്, മണിപ്പൂർ ഹിൽസ്, സിറാപൂഞ്ചി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ന്യൂസിൻഡ്രാം ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിറാപൂഞ്ചി അല്ലേ. നമുക്കറിയാം ആ ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ് ഏതാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഈ ഹിമാലയ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും മക്കളെ? ഈസ്റ്റേൺ. ഓക്കെ, ഈ പൂർവാചൽ ഹിൽസ് അഥവാ ഈസ്റ്റേൺ ഹിൽസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. ഈസ്റ്റേൺ ഹിൽസ് എന്ന് പറഞ്ഞു വെക്കുക. ഓക്കെ, കിട്ടി. അടിപൊളിയാണ് ഈ മക്കളെ. അവിടുത്തെ ക്ലൈമറ്റ്, ഹിമാലയ പ്രദേശത്തുള്ള ക്ലൈമറ്റ് നമുക്ക് വേഗം പറഞ്ഞു പോവാം. ഒന്നുമില്ല, വേറൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അവിടെയുള്ള ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ തണുപ്പായിരിക്കും ഉണ്ടാവുക. സ്വാഭാവികമായിട്ട് നോർത്തേൺ ബൗണ്ടറി അലോങ് വിത്ത് ദ അതർ കണ്ടിന്യൂസ് മൗണ്ടൻ ടുഗദർ മേക്സ് എ ക്ലൈമാറ്റിക് ഡിവിഷൻ ബിറ്റ്വീൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്രയുള്ള മക്കളെ മൈൽഡ് ക്ലൈമറ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. എന്താണ് മൈൽഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് അലോങ് ദ ലോവർ മൗണ്ടൻ സ്ലോപ്സ് ബട്ട് ദ ഹയർ എലിവേഷൻ ലെവൽ ഇറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് ലോവർ ടെമ്പറേച്ചർ. കാരണം തണുപ്പായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ലഡാക്ക് പോലുള്ളൊക്കെ നമുക്ക് നന്നായിട്ട് എക്സ്ട്രീം വിന്റർ നമുക്ക് അവിടെ എക്സ്ട്രീം ശൈത്യം നമുക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ട് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഒക്കെ അവിടെ കിട്ടുന്നുണ്ട്. സ്നോഫാൾ അവിടെ കോമൺ ആയിരിക്കും, മഞ്ഞ് വീഴ്ച കോമൺ ആയിരിക്കും, മൺസൂൺ വിൻഡ് അവിടെ കാണാൻ പറ്റും നമുക്ക്. അതേപോലെ തന്നെ റിസൾട്ട് എന്ന് വെച്ചിട്ട് മോയ്സ്ചർ, അവിടെയൊക്കെ മോയ്സ്ചർ കണ്ടന്റ്, ഇപ്പോൾ ഊഷ്മാവൊന്നും ഇല്ല, അതൊരു മോയ്സ്ചർ കണ്ടന്റ്, ഒരു അന്തരീക്ഷ മർദ്ദത്തിൽ ഉണ്ടാകുന്ന ഒരു കണ്ടന്റ് ആണ് മോയ്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞ ഈർപ്പം നിലനിർത്താൻ വേണ്ടി അവിടെ സഹായിക്കുന്നുണ്ട്. നോർത്ത് ആൻഡ് ഈസ്റ്റ് ഇന്ത്യയുടെ എസ്പെഷ്യലി മേഘാലയ പ്ലേറ്റിലേക്ക് നമുക്ക് കാണാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം ഓടിച്ച് പറയാം നമുക്ക് ഇൻഡസ്, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര റിവേഴ്സ് അലോങ് വിത്ത് ദെയർ ട്രിബ്യൂട്ടറീസ് ക്രിയേറ്റ് ഇൻ ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റം നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഈ പറഞ്ഞിട്ടുള്ള വെള്ളം വന്ന് ഒഴുകി വരുന്ന സാധനത്തിനാണ് ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ആസ് ദീസ് റിവേഴ്സ് റെയിൻഫെഡ് ആൻഡ് സ്നോഫെഡ് ദെർ ആർ എന്താ പറയുന്നത് വാട്ടർ റിച്ച് ആയിട്ടുള്ള ത്രൂ ഔട്ട് ദി ഇയർ നമുക്ക് അവിടെ എന്ത് കാണാൻ പറ്റും? ഡ്രെയിനേജ് സിസ്റ്റം ഉള്ളതുകൊണ്ട് അവിടെ കംപ്ലീറ്റ്ലി വാട്ടർ ലക്ഷൂറിയസ് ആയിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു വി ഷേപ്ഡ് വാലീസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഗോർജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കാണാൻ പറ്റും. വി ഷേപ്ഡ് വാലീസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോയിട്ട് കൈവഴികളായിട്ട് തിരിഞ്ഞിട്ട് വി ഷേപ്ഡ് വാലീസ് ആയിട്ട് തിരിയും കേട്ടോ. അതുപോലെ തന്നെ ഗോർജസ് മലയിടുക്കൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം മക്കളെ സോയിലാണ്. ഇത്രയുള്ള മക്കളെ അവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള സോയിൽ കാണാൻ പറ്റും. മൗണ്ടൻ സോയിലും ഫോറസ്റ്റ് സോയിൽ. ഇത്ര മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി, വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല. അവിടെ നമുക്ക് പലതരത്തിലുള്ള സോയിലിൻ്റെ ടെക്സ്ചർ അടക്കം കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി എന്താണെന്നുള്ളത്. അവിടെ മൗണ്ടനും കാണാൻ പറ്റും, ഫോറസ്റ്റ് സോയിലും കാണാൻ പറ്റും. നാച്ചുറൽ വെജിറ്റേഷൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ ഇത്രയുള്ള മക്കളെ അവിടെ നമുക്ക് കൃത്യമായിട്ട് ആരാലും തൊടാത്ത കുറേ പ്രദേശങ്ങൾ കാണാൻ പറ്റും, ആരാലും ശല്യപ്പെടുത്താത്ത കുറേ പ്രദേശങ്ങൾ കാണാൻ പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ നമ്മൾ എന്ന് പറഞ്ഞ് നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞു വെക്കുന്നത്. അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം
താപനിലയൊക്കെ അവിടെ വളരെ കുറവായിരിക്കും കേട്ടോ. ഒരു പ്രദേശമാകുമ്പോൾ സ്വാഭാവികമായിട്ടും കാടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവില്ല, അവിടെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ആരാലും ശല്യപ്പെടുത്താതെ കുറേ പ്രദേശങ്ങളുണ്ടെങ്കിൽ അവിടെ താപനിലയും കാര്യങ്ങളൊക്കെ കുറയും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും കോൾഡ് ക്ലൈമറ്റ് സച്ച് ആസ് തുന്ദ്ര ക്യാൻ ബി ഫൗണ്ട് ഒക്കെ നമുക്ക് ഈ ഫോറസ്റ്റിൽ കാണാൻ പറ്റും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. അത്രയും കാര്യങ്ങളൊക്കെ എന്നെ മക്കൾ ആലോചിച്ച് വെക്കുക. ഇനി വൈൽഡ് ലൈഫിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ അവിടെ കുറച്ച് മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. സ്നോ ലെപ്പർഡ് ആയിക്കോട്ടെ, സിംഗിൾ ഹോൺഡ് റൈനോസ് ആയിക്കോട്ടെ, മസ്ക് ഡിയർ ആയിക്കോട്ടെ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ പറ്റും. കസ്തൂരിമാൻ, ഒറ്റക്കൊൻപൻ കണ്ടാമൃഗമായിക്കോട്ടെ, ഹിമപുലി ആയിക്കോട്ടെ, എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെയുള്ള പ്രധാന ദേശീയോദ്യാനങ്ങളുണ്ട്. കാഞ്ചൻജംഗ, ദിബ്രു, കസിരംഗ, മാനസ്, കേബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മക്കളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ സാധനമുണ്ട്. ചിലപ്പോൾ നിങ്ങളോട് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് ആണ്. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് മാച്ച് ദ ഫോളോയിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അഗ്രികൾച്ചറിന്റെ കേസ് വന്നു കഴിഞ്ഞാൽ അവിടെ അഗ്രികൾച്ചർ ഒന്നും മര്യാദയ്ക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഇമ്മച്ചുവർ സോയിലാണ്, ലോ ടെമ്പറേച്ചർ ആണ്, കൃഷിക്ക് പറ്റി യാതൊരുവിധ കണ്ടീഷനും ഇല്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നോക്കേണ്ട കാര്യമുണ്ട് മക്കളെ, നമുക്ക് ഡാർജിലിംഗ് ഏരിയാസിലായിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള ചില ഏരിയകൾ, അസം പോലുള്ള ഏരിയകൾ മേജർ ക്രോപ്പ് നമുക്ക് അവിടെ കാണാൻ പറ്റും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ടീ ആണ് അവരുടെ മേജർ ക്രോപ്പായിട്ട് കാണാൻ പറ്റുക എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കൾട്ടിവേഷനാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ചെറിയ ചെറിയ പോയിന്റ് മാത്രമേ നമുക്ക് പഠിച്ചു വെക്കുക. ആനിമൽ റിയറിംഗ് എന്ന് പറയുന്നത് പെട്ടെന്ന് ക്വിക്കായിട്ടുള്ള റിവിഷൻ ആയതുകൊണ്ടാണ് സാർ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ മക്കൾ വേഗം എല്ലാം ഓർമ്മ വരണം. നമ്മളിത് മെയിനായിട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾ അതും കൂടെ കാണുക. അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ ആനിമൽ റിയറിംഗ് മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള മൗണ്ടൻ റീജിയനിൽ ജീവിക്കുന്ന ആളുകളുടെ ആനിമൽ റിയറിംഗ് ആണെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഗോട്ട് ഉണ്ട്, അവർക്ക് കെറ്റിലുണ്ട്, ആടുണ്ട്, അതുപോലെ തന്നെ ചില കന്നുകാലികളുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരൊറ്റ പേരുകൾ മക്കളെ, ഷെഫേർഡ് ട്രൈബ്സ് ഉണ്ട്. അവിടെ നമുക്ക് കാണാൻ പറ്റും ഷെഫേർഡ് ട്രൈബ്സ്. അവരുടെ പേര് ഗുജാർസ് എന്നാണ്. എന്താണ് ഗുജാർ എന്നാണ് അവരുടെ പേര് വരുന്നത്. അപ്പോൾ അവിടുത്തെ ടൂറിസമാണ് ലാസ്റ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ള വലിയ ചാപ്റ്ററാണ്. നമ്മളിത് വേഗം പറഞ്ഞ് അടിച്ച് ചെറുതാക്കിയതാണ് ഇത്. ഓക്കെ, അപ്പോൾ ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മക്കളെ അവിടെ കാണാൻ പറ്റും നമുക്ക് മഞ്ഞുകാലം. അപ്പോൾ സ്വാഭാവികമായിട്ട് തണുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, അവിടെ ടൂറിസം ഡെവലപ്പ് ആവും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള മാനസ സരോവർ, കൈലാസ്, അമർനാഥ് പോലുള്ള ഹേമകുണ്ട് പോലുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞിട്ടുള്ള തീർത്ഥാടനങ്ങൾ കേന്ദ്രങ്ങളൊക്കെ ആവും. അതേപോലെ തന്നെ സ്വാഭാവികമായിട്ട് അവിടെ വിനോദസഞ്ചാര മേഖലകൾക്ക് ഉഷാറാവും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ തന്നെ മക്കൾ ആലോചിച്ച് വെക്കുക. ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ് പോലുള്ള സ്ഥലങ്ങളിൽ ഉറപ്പായിട്ട് എന്താണ് ആളുകൾ താമസിക്കും. റിസോർട്ട് പോലുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ട് അവിടെ എന്താണ് ആളുകൾ കുറച്ചും കൂടെ വിനോദസഞ്ചാരത്തിന് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനൊക്കെ ആളുകൾ വരുമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ ആലോചിച്ച് വെക്കുക. വേറൊന്നും ഈ ഭാഗത്തില്ല. ഹിമാലയ ഈസ് നോട്ട് ആൻ ഒബ്സ്ട്രക്ഷൻ, ഇൻസ്റ്റഡ് ഇറ്റ് ഈസ് എ ഡോർ ടു ഓപ്പൺ ദ വേൾഡ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഹിമാലയ. ഫസ്റ്റ് ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞുള്ള ചാപ്റ്ററിൽ മൊത്തമായിട്ട് നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ സാധനം. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സാർ പറഞ്ഞു എന്നാണ് സാറിൻ്റെ വിശ്വാസം. ഇനി ഇത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ സാർ ഒന്നുകൂടെ പറയുകയാണ്, 2x കണ്ടോ, അടിപൊളിയാണ്. ഓക്കെ, അങ്ങനെയാണ് മക്കളെ അടിപൊളിയായിട്ട് പഠിക്കാം, നമുക്ക് സെറ്റായിട്ട് പഠിക്കാം. എൻ്റെ മക്കൾ താഴെ കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടായിരുന്നു. നമ്മളെ കോഡ് റെഡ് കണ്ടവരുണ്ടോ, മലനിരകളുടെ കോഡ് റെഡ് കണ്ടവരുണ്ടെങ്കിൽ യെസ് സാർ എന്ന് പറയുക. അതുപോലെ തന്നെ ഫയർ ഇടുക, അടിപൊളിയാക്കുക. അതുപോലെ തന്നെ നമ്മൾ ബാച്ചിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, അടിപൊളിയാക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത റാപ്പിഡ് റിവിഷനുമായിട്ട് കാണാം. ബൈ ബൈ.